السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والسابقون الأولون من المهاجرين والأنصار والذين اتبعوهم بإحسان رضي الله عنهم صدق الله العلي العظيم. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ കരുത്തനായ പ്രസിഡന്റ്, സമസ്ത പ്രസ്ഥാനത്തെ ലോകാടിസ്ഥാനത്തിൽ വ്യാപിക്കുന്നു. കേരളത്തിൽ മാത്രമല്ല, കേരളത്തിൻ്റെ പുറത്ത് ഇന്ത്യയിലും ഇന്ത്യക്ക് അകലെയുള്ള സ്ഥലങ്ങളിലുമൊക്കെ നമ്മുടെ ഈ പ്രസ്ഥാനത്തെ വിജയിപ്പിക്കാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്തുകൊണ്ട് നമ്മോടൊപ്പം ഇന്ന് വളരെ നേരത്തെ എത്തിച്ചേർന്ന നമ്മുടെ തങ്ങളവർ, ആ വിഷയത്തെപ്പറ്റി ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. ഒരു 2 വാക്ക് മാത്രം ഇവിടെ നിന്ന് പറയണം എന്ന് വിചാരിച്ചാണ് ഇവിടെ എത്തിച്ചേർന്നത്. പക്ഷേ 2 വാക്ക് എന്നതിന് പകരം ചുരുങ്ങിയ വാക്കുകളിൽ എൻ്റെ സംസാരം ഞാൻ ഉപസംഹരിക്കും. എല്ലാ പ്രാവശ്യവും ഇവിടെ വരലുണ്ട്. ബഹുമാനപ്പെട്ട കിടങ്ങി ഉസ്താദ് ഇവിടെ മുദരിസായ ആ സമയത്ത്, അതിനു മുമ്പ് മലപ്പുറത്തുള്ള സമയത്തും ഞാൻ ചുമ്മൻകടവിലുണ്ട് മുദരിസായിട്ട്. അതതിൻ്റെ ഒരു ചെറിയ കഥ പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ ഏതായാലും ഇവിടെ വന്നെത്താൻ കഴിഞ്ഞതിൽ അതീവ സന്തുഷ്ടനാണ്. സാബിഖൂന ഫിൽ ഖൈറ, ഖൈറാ വിഷയത്തിലേക്ക് ഉലറി നിൽക്കുന്ന ആളുകൾ. സാബിഖൂന അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഉഹും ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹു. അതാണ് വിഷയത്തിൻ്റെ തുടക്കം. മദീനത്ത് റസൂലുള്ളാഹി എത്തുന്നതിന് മുമ്പ് മക്കത്ത് വെച്ച് തുടങ്ങിയ ഇസ്ലാമിക പ്രബോധന പ്രവർത്തനം എങ്ങനെ വേണം എന്ന് ലോകജനങ്ങൾക്ക് തങ്ങൾ മക്കയിലുള്ളപ്പോൾ തന്നെ പഠിപ്പിച്ചിട്ടുള്ളതാണ്. അതിനുവേണ്ടി പഠിക്കാൻ തയ്യാറായ ഈജിപ്തിൽ നിന്നുള്ള ആളുകൾ, ലോകത്തിൻ്റെ വ്യത്യസ്ത മേഖലകളിൽ നിന്നുള്ള ആളുകളൊക്കെ അവിടെ വന്ന് സംസാരിച്ചിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ തുടക്കം. ഏതായാലും അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ മഹത്തായ ഈ സ്ഥലം ലോകപ്രസിദ്ധനായ നമ്മുടെ ഫദ്ഫരി കുടുംബത്തിൽ ബഹുമാനപ്പെട്ട യൂസുഫുൽ ഫദ്ഫരിയുടെ മകനായ അബ്ദുൽ ഖാദിർ ഫദ്ഫരി, അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത ഒരു വ്യക്തിത്വമായ ഫദ്ഫരി എന്ന പേരിൽ തന്നെ അറിയപ്പെടുന്ന പുടിയാട്ടുള്ള അബ്ദുറഹ്മാൻ ഫദ്ഫരി, അദ്ദേഹം അറബേതര ഇസ്ലാമിക രാജ്യങ്ങളിലുമൊക്കെ ഇസ്ലാമിൻ്റെ പ്രവർത്തനവുമായി സേവനവും നടന്നിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ മകൻ ഇവിടെ ദർസ് നടത്തിയിട്ടുണ്ട്, ഈ മഹലിൽ ദർസ് നടത്തിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട കുട്ടി മുസ്ലിയാർ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. അതൊന്നും നീണ്ട കഥയിലേക്ക് ഞാൻ പ്രവേശിക്കുന്നില്ല. പലപ്പോഴും ഇവിടെ വെച്ചും നമ്മുടെ മറ്റ് പ്രദേശങ്ങളിൽ വെച്ചും സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഈ നിലക്ക് ലോകാടിസ്ഥാനത്തിൽ ഇസ്ലാമിനെ എങ്ങനെയാണ് വികസിപ്പിക്കേണ്ടത്, ഇപ്പം അടുത്ത സമയം വരെ ഷെയ്ഖുന ശംസുൽ ഉലമയും പറഞ്ഞിരുന്നത്, എങ്ങനെയാണ് ഈ പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ കഴിയും എന്ന് ചോദിച്ചപ്പോൾ, വലഭാഗത്ത് വാഫകിത്തങ്ങളും ഇരിക്കുന്നുണ്ട്, ഇപ്പുറത്ത് ഭൂകോയത്തങ്ങളും ഇരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ നിന്ന് എല്ലാവരും പറഞ്ഞത് എങ്ങനെയാണ് ഇസ്ലാമിൻ്റെ പ്രചാരണ പ്രവർത്തനങ്ങൾ, അതിൻ്റെ ദഅവത്ത്, അതിൻ്റെ പ്രവർത്തനം എങ്ങനെ മുന്നോട്ട് പോകണം എന്ന് ഞങ്ങൾക്കറിയുമെന്നാണ് പറഞ്ഞത്. അതിൽപ്പെട്ട ഒരു മഹാന്റെ മകനാണ് ബഹുമാനപ്പെട്ട ഇവിടെ ഇരിക്കുന്ന നമ്മുടെ ഉസ്താദിൻ്റെ പിതാവ് സയ്യിദ് മുസ്ലിയാർ എന്ന്. ഞങ്ങളൊക്കെ അൽപ്പര ദർസ് തുടങ്ങിയ സന്ദർഭത്തിൽ തന്നെ ഇവിടെ ദർസിൽ മുന്നിൽ നിൽക്കുന്ന ആളാണ്. അപ്പോൾ ആ നിലക്ക് ഇവിടെ വെച്ച് ഏറ്റവും വലിയൊരു ദർസ് തുടങ്ങാൻ അവസരമുണ്ടായി കുട്ടി മുസ്ലിയാർക്ക്. ആ കുട്ടി മുസ്ലിയാരുടെ ശേഷം ഒരുപാട് പണ്ഡിതന്മാർ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രഗത്ഭനായ ഒരു പണ്ഡിതൻ
ബഹുമാനപ്പെട്ട കുട്ടി മുസ്ലിയാരോട് ബന്ധപ്പെട്ട ആളുകൾ, കുട്ടി മുസ്ലിയാരടക്കമുള്ള ആളുകൾ, അതിലേക്കും ഞാൻ പ്രവേശിക്കുന്നില്ല. ഇപ്പോൾ ഇന്ന് രാവിലെ മുതൽ വലിയൊരു പരിപാടിയിൽ തിരുവനന്തപുരം കേരളത്തിൻ്റെ അങ്ങേയറ്റത്ത് വെച്ച് സംസാരിക്കാനും ബന്ധപ്പെടാനും അവസരമുണ്ടായി. അതുകൊണ്ട് ഇപ്പോൾ ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ നമ്മളോട് സംസാരിക്കാനായി ഒരുങ്ങിയിരിക്കുകയാണ്. സമയം കുറേയായി. അതുകൊണ്ട് ഇനി ഞാൻ നീട്ടുകൂടിയും ചെയ്താൽ ഇനിയും നീണ്ടുപോകാതിരിക്കാനായി ചുരുക്കുന്നു. അല്ലാഹു തആല ഖൈറും ബർക്കത്തും നൽകി നമ്മുടെ ദർസി പ്രസ്ഥാനം ഈ ലോകത്ത്, ഇവിടെ മാത്രമല്ല കേരളത്തിന് പുറത്തും ലോകത്തിൻ്റെ വ്യത്യസ്ത മേഖലകളിലൊക്കെ അത് എത്തിച്ചു കൊടുക്കാൻ നമ്മുടേതായ ആളുകൾ എല്ലാം സേവനം ചെയ്തു. അവർക്കൊക്കെ അല്ലാഹു ഖൈറും ബർക്കത്തും നൽകുമാറാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്ക് ഇപ്പോൾ ഉപസംഹരിക്കുന്നു. ആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നമ്മുടെ ഏറ്റവും വലിയ സന്നദ്ധദാനവും അതുപോലുള്ള പരിപാടികൾക്കുമൊക്കെ ഇവിടെ എൻ്റെ നേതൃത്വം നൽകാൻ വേണ്ടി ബഹുമാനപ്പെടുത്തങ്ങൾ നമ്മുടെ സമസ്തയുടെ നേതൃത്വത്തിലുള്ള മഹാനവറുകൾ അത് ചെയ്യാൻ വേണ്ടി ബഹുമാനാദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.